തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടെ ലഭിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. നാം ന്യായവിധികൾ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേയേറെ ആഴ്ചകളായി നാം ചിന്തിച്ച് പോരുന്നത്. നിങ്ങൾ നോട്ട്സ് നോക്കിയാൽ അറിയാം, ന്യായവിധികൾ എന്ന വിഷയത്തിൻ്റെ 30ാമത്തെ ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത്. ഞാൻ ഇന്നത്തോടുകൂടെ ഈ വിഷയം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ന്യായവിധി എന്ന വിഷയം, ന്യായം വിധിക്കാനായി സ്ഥാപിക്കുന്ന 3 സിംഹാസനങ്ങളുണ്ട്. ഏതെല്ലാമാണ്? പ്രതിഫലങ്ങൾ കൊടുക്കുന്നു. അതിലാദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ ശുശ്രൂഷകൾക്കും വേലകൾക്കുമെല്ലാം പ്രതിഫലം കിട്ടണമെങ്കിൽ എങ്ങനെയുള്ള ശുശ്രൂഷയായിരിക്കണം? മരം, പുല്ല് വൈക്കോൽ അല്ല, പുല്ല് വൈക്കോൽ ഇതൊക്കെ കത്തിപ്പോകും, എന്തു പോകും. നമ്മുടെ ശുശ്രൂഷകൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയാൽ ഉള്ളത് ആയിരിക്കണം. അങ്ങനെയുള്ള ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം നാം ശുശ്രൂഷിക്കണം. നമ്മുടെ ശുശ്രൂഷ പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണമുള്ളതായിരിക്കണം. പിന്നീട് നമ്മൾ പ്രതിഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. പ്രതിഫലങ്ങൾ കുറേയേറെ കാര്യങ്ങൾ ചിന്തിച്ചു. കിരീടങ്ങളുണ്ട്. കിരീടങ്ങൾ തന്നെ ഏതെല്ലാം കിരീടങ്ങളുണ്ട്? 5 തരം കിരീടങ്ങൾ. ഏതൊക്കെ? വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം, തേജസ്സിന്റെ കിരീടം. 5 വിധ കിരീടങ്ങളുണ്ട്. വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം, തേജസ്സിൻ്റെ കിരീടം. വീണ്ടും പ്രശംസകളുണ്ട്, സിംഹാസനങ്ങളുണ്ട്, തേജസ്സുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സുകളും നക്ഷത്രങ്ങളും നക്ഷത്രം തമ്മിൽ തേജസ്സുണ്ട് വ്യത്യാസമുള്ളതുപോലെ വിശ്വാസികൾ തമ്മിൽ തേജസ്സുണ്ട്, ഇല്ലേ? നമ്മളും തമ്മിൽ തേജസ്സുകൊണ്ട് വ്യത്യാസമുണ്ട്. ദൈവം തേജസ് എല്ലാവരും ഒരുപോലെയുള്ള തേജസ്സുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷ ഏൽക്കുക എന്നുള്ളതുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം, മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ലും പുതിയ പേരും, ജാതികളുടെ മേലുള്ള വാഴ്ച, വെള്ളയുടുപ്പ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അല്പം വിസ്തരിച്ച് പ്രതിഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. വീണ്ടും 2ാമത്തെ സിംഹാസനം ഏതാണ്? തേജസ്സിൻ്റെ സിംഹാസനം. ക്രിസ്തുവിൻ്റെ ന്യായാസനം എപ്പോഴാണ്? അതിന് ടൈം എപ്പോഴാണ്? യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ, സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള വരവിൽ, മധ്യാകാശത്ത് വെച്ച് മേഘപ്രത്യക്ഷതയിൽ, അതിനുശേഷം ആ സമയത്ത് ഭൂമിയിൽ എന്തായിരിക്കും നടക്കുന്നത്? വിശുദ്ധന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഈ വലിയ പ്രതിഫലങ്ങളൊക്കെ വാങ്ങിയ സന്തോഷത്തിൻ്റെ ആ സമയത്ത് എന്ത് സന്തോഷമായിരിക്കും. ഒരു സഭ ഒരുമിച്ച് കൂടി പ്രതിഫലങ്ങളൊക്കെ അങ്ങ് നൽകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. ആ മധ്യാകാശത്തെ മഹൽ സന്തോഷം, വലിയ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ സന്തോഷത്തിലായിരിക്കുമ്പോൾ, ആ സമൂഹത്തിലായിരിക്കുമ്പോൾ ഭൂമിയിൽ എന്തായിരിക്കും? എതിർ ക്രിസ്തുവിൻ്റെ ഭരണമായിരിക്കും. ഉപദ്രവകാല യുഗമെന്നും മഹോപദ്രവകാല യുഗമെന്നും നാം വിശേഷിപ്പിക്കുന്ന പേര് പറയുന്ന ആ കാലങ്ങളായിരിക്കും ഭൂമിയിൽ നടക്കുന്നത്. വീണ്ടും തേജസ്സിൻ്റെ സിംഹാസനം എന്നാണ് സ്ഥാപിക്കുന്നത്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ മധ്യാകാശത്ത് നിന്ന് മഹോപദ്രവകാലത്തിൻ്റെ ഒടുവിൽ ക്രിസ്തുവും സഭയും കൂടെ, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ്
മണവാളനും മണവാട്ടിയും കൂടെ മണവാട്ടിയുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നത് പോലെ മണവാട്ടി സഭയും ക്രിസ്തുവും കൂടെ മണവാട്ടിയുടെ വീട് ഭൂമിയിലേക്ക് വരുന്നതായ ആ ഒരു സമയം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒടുവിൽ ക്രിസ്തു എന്ന വിശുദ്ധന്മാരും കൂടെ തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് മഹത്വ പ്രത്യക്ഷത എന്ന് പറയും. ക്രിസ്തുവിൻ്റെ മടങ്ങിയൊരു 2 ഘട്ടങ്ങൾ, 2 പതനങ്ങളുണ്ട്. പതനങ്ങൾ, ഒന്ന് രഹസ്യപരവും, 2 പരസ്യപരവും. പരസ്യമായി എല്ലാവരും കാണുക, തേജസ്സോടെ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് സ്ഥാപിക്കുന്ന സിംഹാസനമാണ് തേജസ്സിൻ്റെ സിംഹാസനം. മൂന്നാമത്തത് ഏതാണ്? വെള്ള സിംഹാസനം. അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ള സിംഹാസനം. വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായി തുറക്കപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 പുസ്തകങ്ങളെക്കുറിച്ച് ബൈബിളിൽ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്നേ കാണുന്നുള്ളൂ. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണമെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ജീവപുസ്തകം എന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ബൈബിൾ മുഴുവൻ നാം പഠിക്കുമ്പോൾ 3 പുസ്തകങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. ഏതെല്ലാമാണത്? ഓർമ്മയുടെ പുസ്തകം, ജീവപുസ്തകം, ദൈവവചനം. അതിൽ ഓർമ്മയുടെ പുസ്തകവും ജീവപുസ്തകവും നമ്മൾ ചിന്തിച്ചു. 3-ാമത്തെ പുസ്തകമായ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവവചനം. ന്യായവിധിക്കായി ദൈവവചനം തുറക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ദൈവവചനം. 2 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം അനുസരിക്കാത്തവർ ശിക്ഷാവിധി അനുഭവിക്കും. റോമർ 2:16. റോമർ 2:16. യേശുക്രിസ്തു മുഖാന്തരം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. സുവിശേഷപ്രകാരം, ദൈവവചനപ്രകാരം ന്യായം വിധിക്കും. അപ്പോൾ ഇവിടെ ഈ ലോകപ്രകാരം ഒരു കോടതിയിൽ ഒരു കുറ്റവാളിയെ വിധിക്കുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമമാണ്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണ് വിധിക്കുന്നത്. നിയമമുണ്ട്. ഇന്ന വകുപ്പ്, അതിൻ്റെ ഇന്ന ഉപവകുപ്പ് പ്രകാരം ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടെ നിയമങ്ങളുണ്ട്. ആ നിയമപുസ്തകം തുറന്നാണ് കോടതികൾ, ലോകപ്രകാരമുള്ള കോടതികൾ വിധിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനെ ന്യായം വിധിക്കുവാനായി ദൈവവചനം തുറക്കും. ഇന്ന് നമ്മൾ ബൈബിൾ ഉപയോഗിക്കുന്നു അല്ലേ? പല പരിഭാഷകളുണ്ട്. ബൈബിൾ ധാരാളം പരിഭാഷകളുണ്ട്. പരിഭാഷകളിലെല്ലാം അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ട്.
മനുഷ്യൻ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനങ്ങളിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് പല സഭാ വിഭാഗങ്ങളെയും ഉളവാക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങളുണ്ട്. മനുഷ്യൻ നമ്മളിന്ന് ഉപയോഗിക്കുന്നതായ ബൈബിളിൽ മനുഷ്യൻ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തിയാലും ദൈവവചനം അത് സ്വർഗത്തിൽ സ്ഥിരമായിട്ടുണ്ട്. 119 സങ്കീർത്തനം 89 വാക്യം. നമ്മൾ ഉപയോഗിക്കുന്നതായ ബൈബിളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വേണം. കാരണം അതിൽ അച്ചടപ്പിശകുകളുണ്ട്. അതുപോലെ ചില ഭാഷകളുടെ എല്ലാ ഭാഷകൾക്കും മുഴുവൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ വാക്കുകൾ ലഭ്യമല്ല. അതുകൊണ്ട് പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അല്പാൽപമുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഷയിൽ ആശയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നതായ വാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് പല വാക്കുകളിലും ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മൂലഭാഷ നോക്കും. മൂലഭാഷ നോക്കി കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ ബൈബിളിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായാലും വള്ളി വ്യത്യാസമില്ലാതെ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അത് വള്ളി വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായ ബൈബിളിൽ അച്ചടി പിശക് കൊണ്ട് പലതിടത്തും വള്ളി മാറിപ്പോയിട്ടുണ്ട്, കുത്തു മാറിപ്പോയിട്ടുണ്ട്. ഇല്ലേ, നീതിമാൻ ഓമയിലിരിക്കുമെന്നാണ് പഴയ ബൈബിൾ കാണുന്നത്. പക്ഷേ പിന്നീട് പറഞ്ഞിട്ടുള്ള ഓർമ്മയിൽ നിന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അക്ഷരപ്പിശകുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട്. വള്ളി വ്യത്യാസം, ഇവിടെ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതെല്ലാം മനുഷ്യൻ്റെ കയ്യിൽ രൂപപ്പെടുത്തിയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും സ്ഥിരമായിട്ട് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. 119 സങ്കീർത്തനം 89 വാക്യം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഒരിക്കലും മാറ്റം വരാതെ എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവ വചനപ്രകാരം ന്യായം വിധിക്കും. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം നിന്നുവെന്ന വായിക്കുന്നത്. ബാലൻ മുതൽ വൃദ്ധൻ വരെ എല്ലാവരും, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിന്നു എന്നുള്ള ആളുകളോട്ടുണ്ട്. കയീൻ മുതലുണ്ടല്ലേ. കയീൻ മുതൽ ആദാം മുതലുള്ളതായ മനുഷ്യകുലത്തിൽ പാപികളായി മരിച്ച എല്ലാവരും എവിടെയുണ്ട്? പാപികളായി മരിച്ചവരെല്ലാവരും ഈ സിംഹാസനത്തിന് മുമ്പിൽ വരും. അപ്പോൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ വരുന്ന ആളുകളെ 3 കൂട്ടമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരണം. റോമർക്ക് എഴുതിയ 2-ാം അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമർ 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ ഈ വേദഭാഗം നാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ, പാപം ചെയ്തിട്ട്
പാപത്തിന് പരിഹാരം വരുത്താതെ പാപികളായി മരിച്ചവർ എല്ലാവരും എവിടെ നിൽക്കും? വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. അവരൊരു 3 കൂട്ടണം. ഒന്ന്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ. 2, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. 3, സുവിശേഷം ലഭിച്ചിട്ട് പാപം ചെയ്തവർ. സുവിശേഷം ലഭിച്ചിട്ട് പാപം ചെയ്തവർ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവവചനം അറിയാം, ദൈവവചനം കിട്ടി, ന്യായപ്രമാണം സുവിശേഷം, എന്നിട്ട് പാപം ചെയ്തു. പിന്നെ വേറൊരു കൂട്ടം ഇതൊന്നും കിട്ടിയിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇത് പലപ്പോഴും പലരുടെയും ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംശയമാണ്. ഇതൊക്കെ കേൾക്കാത്തവരെവിടെ പോകും? നരകത്തിൽ പോവുമോ? കേട്ടിട്ടില്ല. അപ്പോൾ ന്യായപ്രമാണം ലഭിക്കുന്നത് മോശയുടെ കാലത്താണ്. സിനായിയിൽ മോശയ്ക്കാണ് ന്യായപ്രമാണം ലഭിക്കുന്നത്. മോശയിലൂടെയാണ് ന്യായപ്രമാണം മനുഷ്യന് കിട്ടുന്നത്. അപ്പോൾ അതുവരെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എവിടെ പോകും? അവർ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരാണ്. ന്യായപ്രമാണം സുവിശേഷം വരുന്നത് വരെ, ക്രിസ്തു വരെ, പുതിയ നിയമം വരെ, യേശു ക്രിസ്തു വരുന്നത് വരെ ന്യായപ്രമാണമായിരുന്നു മനുഷ്യനെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പ്രമാണം, അരുതെന്നുള്ള പ്രമാണമുണ്ട്. ചെയ്യരുതെന്ന് പറയും. കൽപ്പന വരുമ്പോഴാണ്, ഇല്ല, നിയമമുള്ളപ്പോഴാണ് എന്തുണ്ടാകുന്നത്? നിയമലംഘനം ഉണ്ടാകുന്നത്. നിയമമില്ലാത്തടത്ത് നിയമ ലംഘനമില്ലല്ലോ. അപ്പോൾ ന്യായപ്രമാണം കിട്ടിയിട്ട് പാപം ചെയ്തവരുണ്ട്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരുണ്ട്. സുവിശേഷം, ദൈവവചനം, സുവിശേഷം, പുതിയ കൃപയുടെ പ്രമാണം, ക്രൂശിലൂടെ രക്ഷയുണ്ടായി. അതല്ല, ഈ റോമർ 2-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അതിൻ്റെ ആ ആദ്യത്തെ 16 വാക്യങ്ങൾ ശ്രദ്ധയോടൊന്ന് വായിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ, അവരെക്കുറിച്ച് അല്പം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസാക്ഷിയിൽ ദൈവം പ്രമാണം എഴുതി കൊടുത്തിട്ടുണ്ട്. മനസാക്ഷി ഇല്ല, നമുക്കറിയാം, നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിലും, ഒന്നും വചനവും കേട്ടിട്ടില്ല, ന്യായപ്രമാണം കേട്ടിട്ടില്ല, ദൈവം ആരോന്നും അറിയില്ല, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിലും അവരുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ദൈവം എന്തെഴുതിയിട്ടുണ്ട്? അതാണ് വായിക്കുന്നത്. തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം ദൈവം എവിടെ എഴുതി വച്ചിട്ടുണ്ട്? സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവം ഈ പ്രമാണം എഴുതി വച്ചിട്ടുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിലക്കുണ്ടാകും. മനസാക്ഷി എന്ന് പറയും. അവരുടെ ഉള്ളിൽ ദൈവം ഇറങ്ങിയത് ഈ പ്രമാണമാണ്. സകല മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം ഒരു പ്രമാണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അരുതെന്ന് മനസാക്ഷി വിലക്കുന്ന ഒരു കാര്യം അവൻ ചെയ്താൽ, അപ്പോൾ ആ മനസാക്ഷിക്ക് ഒത്തവണ്ണം, അപ്പോൾ ഈ പ്രമാണം എവിടെയുണ്ട്? അവൻ്റെ ഉള്ളിൽ ഉണ്ട്. പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മാത്രമാണ് സ്വർഗ്ഗത്തിൽ പോവുള്ളൂ, നമ്മൾ മാത്രമാണ് സ്വർഗ്ഗത്തിൽ പോവുള്ളൂ എന്ന് ചോദിക്കുന്നതായ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണം ഇല്ലാതെ, വചനം കേൾക്കാതെ, വചനം അറിയാതെ പാപം ചെയ്തവർ, അവരെ എങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ദൈവം അവരുടെ ഹൃദയത്തിൽ എന്ത് എഴുതി വച്ചിട്ടുണ്ട്? ഇല്ല, ധാരാളം ആളുകളില്ലേ? മോശയ്ക്ക് മുമ്പ് ധാരാളം മനുഷ്യർ, എന്തുമാത്രം മനുഷ്യരുണ്ട് മരിച്ചു കടന്നുപോയി. അവരെയൊക്കെ എങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്?
ദൈവം അവരുടെ ഹൃദയത്തിൽ, അതാണ് നമ്മൾ വായിച്ചത്, അതിൻ്റെ 15-ാമത്തെ വാക്യം, 2:15, റോമർ 2:15. അവരുടെ മനസാക്ഷികൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ മനസാക്ഷി വിലക്കുന്നു. അപ്പോൾ അവരെ ആ പ്രമാണത്തിനൊത്തവണ്ണം ദൈവം ന്യായം വിധിക്കും. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർ, ക്രിസ്തു ഭൂമിയിലേക്ക് രക്ഷിതാവായി വരുന്നതിന് മുൻപ് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ, ന്യായപ്രമാണം ലഭിച്ചവർ, പ്രമാണം കിട്ടിയവർ, അവരെല്ലാം ദൈവം അങ്ങനെ ന്യായം വിധിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരെ ന്യായപ്രമാണപ്രകാരം ന്യായം വിധിക്കും. 12-ാം വാക്യം, 2:12. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. സുവിശേഷം ലഭിച്ചിട്ട് പാപം ചെയ്തവരെ എങ്ങനെ വിധിക്കും? സുവിശേഷപ്രകാരം വിധിക്കും. അപ്പോൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവർ 3 കൂട്ടം ആളുകൾ. 1, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ. 2, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. 3, സുവിശേഷം ലഭിച്ചിട്ട് പാപം ചെയ്തവർ. ഇവരെ ദൈവവചനം വിടർത്തി ന്യായപ്രമാണം കിട്ടിയിട്ടില്ല എങ്കിൽ ദൈവം അവരുടെ ഉള്ളിൽ ഒരു മനസാക്ഷി, അവരുടെ ഹൃദയത്തിൽ പ്രമാണം എഴുതിവിട്ടവനായ ദൈവം അവരുടെ മനസാക്ഷി വിലക്കിയതെല്ലാം അവിടെ ആ സിംഹാസനത്തിന് മുമ്പിൽ സാക്ഷ്യമായി കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടാകും. ചുവരിൽ നിന്ന് സാക്ഷി പറയാൻ കല്ല് വരും, മരപ്പണിയിൽ നിന്ന് ഫർണിച്ചറുകൾ സാക്ഷി പറയാൻ വരും. മനുഷ്യൻ്റെ പാവം, ഭൂമി, മണ്ണ്, മനുഷ്യൻ ചവിട്ടുന്നതായ മണ്ണ് നിലവിളിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. പാപം ചെയ്യാൻ ചവിട്ടുന്നതായ മണ്ണ് എല്ലാം സാക്ഷ്യം പറയും. എല്ലാം ദൈവസന്നിധിയിൽ കൃത്യമായി തെളിയിക്കപ്പെടും. ദൈവം നീതിയോടെ മനുഷ്യനെ ന്യായം വിധിക്കും. ഞാനും നിങ്ങളും ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും സുവിശേഷത്തിൻ്റെ കീഴിലുള്ളവരാണ്. രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ മാത്രമേ ഉള്ളൂ. മഹത് വ്യക്തികളുണ്ട്, നല്ല പ്രഗത്ഭരായ നല്ല തത്വജ്ഞാനികളുണ്ട്, തത്വചിന്തകന്മാരുണ്ട്, നല്ല സതുപദേശങ്ങൾ നൽകിയവരുണ്ട്, എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട്, നല്ല നല്ല ഗുണങ്ങൾ ചെയ്തവരുണ്ട്. സമൂഹത്തിനും മനുഷ്യനുമെല്ലാം അനേകം നന്മകൾ ചെയ്ത് ജീവിച്ചവരുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ രക്ഷ, പാപിയുടെ രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുക്രിസ്തു എന്ന ഏക നാമത്താൽ മാത്രമേ പാപിയായ മനുഷ്യന് പാപത്തിന് പരിഹാരമുള്ളൂ, രക്ഷയുള്ളൂ. വേറെ ആരും രക്ഷകന്മാരല്ല. നല്ലവരുണ്ട്, അവരാരും രക്ഷകന്മാരല്ല. രക്ഷിക്കുന്നവൻ ക്രിസ്തു മാത്രമാണ്. അതാണ് സുവിശേഷ സത്യം. ഈ സത്യം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. നാം അറിയിച്ചില്ല എങ്കിൽ
ദൈവം അത് നമ്മോട് ചോദിക്കും. നീ ചെന്ന് ദുഷ്ടനോട്, ദുഷ്ട, നീ നിൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞില്ല എങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കുമെന്ന് പറയണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും യിരെമ്യാവിന്റെ പുസ്തകത്തിലും എല്ലാം നാം കാണുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം എടുത്ത് വിശദീകരിക്കാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. ഒരു വ്യക്തി അത് കേട്ടിട്ടില്ല എങ്കിൽ ദൈവം നമ്മോട് ചോദിക്കും. അറിയിച്ചില്ല എങ്കിൽ ദൈവം നമ്മോട് ചോദിക്കും. അപ്പോൾ യേശുക്രിസ്തു എന്ന ഏക രക്ഷകനെക്കുറിച്ച് മറ്റുള്ളവരോടെല്ലാവരോടും അറിയിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി എല്ലാവരോടും അറിയിച്ചു ഈ നല്ല സുവിശേഷം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു എന്ന രക്ഷകനെക്കുറിച്ച്. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവാണ് സുവിശേഷം. മറ്റ് പല കാര്യങ്ങളും സുവിശേഷത്തിന് അടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയ്ക്ക് നാം കൂടുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. നാം മറ്റുള്ളവരെ സഹായിക്കുന്നു, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തുമാത്രം സഭകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ എല്ലാം വേണം. ഇതെല്ലാം ഭക്തിക്കടുത്ത കാര്യങ്ങളാണ്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവാണ് സുവിശേഷം. നാം യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയണം. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർ പറയണം. അതാണ് സുവിശേഷം. അതറിയിക്കാൻ നാം കടപ്പെട്ടവരാണ്. മറ്റ് കാര്യങ്ങളെല്ലാം സുവിശേഷത്തിന് അടുത്തതാണ്, ശരിയാണ്. പക്ഷേ സുവിശേഷം പറയുന്നവരായി മാറണം. രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരായി മാറണം. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് അറിയിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. നാം അത് പറഞ്ഞില്ല എങ്കിൽ, നാം അതറിയിച്ചില്ല എങ്കിൽ നാം ഒന്നൊരു കൂട്ടായ്മയായി നിൽക്കുന്നു. നാം യേശുക്രിസ്തുവിനെ അറിയിച്ചില്ല എങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ദൈവം നമ്മോട് കണക്ക് ചോദിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. റോമക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് മൂളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു തുടർച്ചയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറയാനില്ല, ന്യായീകരണമൊന്നും പറയാനില്ല എന്ന്. ഒരു ന്യായീകരണവും പറയാനില്ല എന്ന്. വീണ്ടും വായിക്കാം. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. മനുഷ്യനെന്ന് മറ്റുള്ളവരെ വിധിക്കുകയാണ്. അവരങ്ങനെയാണ്, ഇവരങ്ങനെയാണ്, ആ സഭ അങ്ങനെയാണ്, ആ കൂട്ടായ്മ അങ്ങനെയാണ്, അവിടെ പോകുന്നവർ അങ്ങനെയാണ്. വിധിക്കുന്ന മനുഷ്യ, അന്യനെ വിധിക്കുന്ന നീ. അവർ ചെയ്യുന്നതൊക്കെ നീ ചെയ്യുന്നില്ലേ? അവരിലുള്ള പ്രകൃതങ്ങളൊക്കെ നിന്നിലുമില്ലേ? കൃത്യമായി ചോദിക്കുകയാണ്. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി, ന്യായവിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ഏത് വകയാണ്? 1-ാം അധ്യായത്തിലേക്ക് പോകണം.
ഒന്നാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ 29 മുതലായ വാക്യങ്ങൾ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഒരു ലിസ്റ്റ്, നീണ്ട ഒരു ലിസ്റ്റ് പറയുകയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ. വീണ്ടും 2-ാം അധ്യായത്തിൽ എടുത്തു പറയുകയാണ്, ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ. ഇവിടെ 2-ാം അധ്യായം പഠിക്കുമ്പോൾ നാം ആരെയും വിധിക്കണ്ട എന്ന, നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട, ദൈവം വിധിച്ചു കൊള്ളുമെന്നുള്ളതായ സന്ദേശമാണ് 2-ാം അധ്യായം നൽകുന്നത്. നമ്മൾ ആരെയും വിധിക്കണ്ട. ആ വക പ്രവർത്തിക്കുന്നവർ, ഈ വക പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വക പ്രവൃത്തികൾ വിധിക്കുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന നീയും ചെയ്യുന്നില്ലേ? ഇതെല്ലാം കാര്യങ്ങളാണ്, കുറേയേറെ കാര്യങ്ങൾ പറയുകയാണ്. കുരളക്കാർ, അനീതി ചെയ്യുന്നവർ, അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊലപാതകം, പിണക്കം, കപടം, ദുശ്ശീലം, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ. ഒരു മനുഷ്യനെ കണ്ടാൽ അവനിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണം, അവനിൽ ഒരു കുറ്റം കാണാൻ നോക്കി നടക്കുക ഇല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ദൈവവേല ചെയ്യുന്ന നമ്മിൽ കുറ്റം കാണാൻ നോക്കി നിൽക്കുന്ന അനേകരുണ്ട്. പുതുദോഷം സങ്കല്പിക്കുന്നവർ, ഏതെങ്കിലും കാര്യങ്ങൾ അപാകതകളുണ്ടോ എന്ന് നോക്കി നടക്കുന്നവർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, സങ്കല്പിച്ചുണ്ടാക്കുമെന്ന്. ഈ ചുട്ട കോഴിയെ പറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? പുതുദോഷം സങ്കല്പിക്കുന്നതാണ് ചുട്ട കോഴിയെ പറപ്പിക്കുക. ചുട്ട കോഴി അതിനെ സങ്കല്പിച്ച് തൊങ്ങലും ചിറകും തൂവലും ഒക്കെ ഇല്ലേ ഒക്കെ പിടിപ്പിച്ച്, സങ്കല്പത്താൽ ചുട്ട കോഴിക്ക് തൂവലും ചിറകും ഒക്കെ പിടിപ്പിച്ച് അതിനെ പറപ്പിച്ചു വിടുന്ന ആളുകളുണ്ടോ എന്ന്. നമ്മളിലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടെത്തി പിടിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ ആക്കുന്ന, സങ്കല്പിച്ച് ഇല്ലേ ചുട്ട കോഴിയെ പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. പുതുദോഷം സങ്കല്പിക്കുന്നവർ, അതിനൊക്കെ പ്രത്യേകിച്ച് കഴിവുള്ള ആളുകളുണ്ട്, പ്രത്യേക കഴിവുള്ള ആളുകളുണ്ട്. പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഇങ്ങനെ ഈ വക പ്രവർത്തിക്കുന്നവർ. വീണ്ടും റോമർ 2 പറയുന്നു, ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നത് നാം അറിയുന്നു. വീണ്ടും 4-ാം വാക്യം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നു എന്ന്. ഞാൻ ആ വേദഭാഗം കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പാസിൻ്റെ ഒരു പരിഭാഷയുണ്ട്, വിശുദ്ധ ഗ്രന്ഥം. ഇത് നിങ്ങളൊന്ന് വാങ്ങിയാൽ നല്ലതാണ്. വിശുദ്ധ ഗ്രന്ഥം, അതിനകത്ത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വേണമെങ്കിൽ നമ്മൾ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ വക പ്രവർത്തിക്കുന്നവർ, ആ വക പ്രവർത്തിക്കുന്നവർ, ആ 30-ാം വാക്യം, അതിൻ്റെ 2-ാം അധ്യായത്തിന് 1-ാം അധ്യായത്തിന് 30-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച്, അതിൻ്റെ 29 മുതൽ.
അവർ സർവ്വവിധ അനീതിയും വ്യഭിചാരവും കാഠിന്യവും ദുഷ്ടതയും അത്യാഗ്രഹവും അസൂയയും കൊലപാതകവും തർക്കവും വഞ്ചനയും ദുർവികാരങ്ങളും ഈർഷ്യയും ഏഷണിയും നിറഞ്ഞവരും ദൈവത്തെ ദ്വേഷിക്കുന്നവരും പരിഹാസികളും നിഗളികളും ആത്മപ്രശംസക്കാരും തിന്മ കണ്ടെത്തുന്നവരും ബുദ്ധിഹീനരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും നിയമലംഘകരും സ്നേഹമില്ലാത്തവരും യോജിപ്പില്ലാത്തവരും ദയാശൂന്യരുമായി തീർന്നു. ഇവിടെ പറയുകയാണ്, ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണ്, തിന്മ കണ്ടെത്തുന്നവർ, പുതുവർഷം കൽപ്പിക്കുക, തിന്മ കണ്ടെത്തുന്നവർ. സമയം കഴിഞ്ഞല്ലോ, ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അല്ലെങ്കിൽ തൻ്റെ ദയാസമൃദ്ധിയെയും തൻ്റെ ദീർഘക്ഷമയെയും നിനക്ക് നൽകിയ അവസരത്തെയും നീ ധിക്കരിക്കുന്നുവോ? ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയുന്നില്ലയോ? പിന്നെയോ അനുതാപമില്ലാത്ത നിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യ നിമിത്തം കോപത്തിൻ്റെ ആ ദിവസത്തേക്ക് ഓരോ മനുഷ്യനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ നീതിപൂർവമായ ന്യായവിധിയുടെ ആ വെളിപാട് സമയത്തേക്കുമായി കോപത്തിൻ്റെ നിക്ഷേപം നിനക്കായി നീ സംഭരിക്കുന്നു. നിനക്കോരോരോ അവസരങ്ങൾ തരുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ പാപത്തിന് നേരെ ദൈവത്തിൻ്റെ ആലോചനകൾ തന്ന് മനം തിരിയുവാനും മാനസാന്തരപ്പെടാനും ഓരോരോ അവസരങ്ങൾ നൽകുമ്പോഴും നീ ദൈവത്തിൻ്റെ ദയയെയും ദീർഘക്ഷമയെയും നിരസിച്ച് നിൻ്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നീ ന്യായവിധി ദിവസത്തേക്ക് നിൻ്റെ കോപത്തിന് നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു എന്ന്, ദൈവകോപത്തിൻ്റെ ശിക്ഷ കൂട്ടി വയ്ക്കുന്നു, അതിനെ ചരതിച്ച് വയ്ക്കുന്നു എന്ന്. നമ്മുടെ ജീവിതം അങ്ങനെയാകരുത്. വാക്കുകൾ നിർത്തട്ടെ. ന്യായാധിപൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നാം ചെയ്തു പോയ പാപനിമിത്തം നമ്മുടെ തല താണു പോകാനിട വരരുത്. ന്യായാധിപതേ, അങ്ങേക്ക് അനിശം ചേർത്ത കടത്താൽ എൻ തല താഴ്ത്തരുതേ വിധികേഹേ. അവൻ്റെ ദയ, അവൻ്റെ ദീർഘക്ഷമ, അവൻ്റെ കരുണ, അവൻ്റെ കൃപ, നിൻ സ്നേഹാൽ സ്ലീബ ഞാൻ കൂപ്പുന്നു. പിഴ പോക്കണമേ, നിൻ്റെ തിരുശരീരത്താലും നിൻ്റെ രക്തത്താലും എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടതായ നിന്റെ ശരീരത്താലും നിന്റെ തിരുരക്തത്താലും എൻ്റെ പിഴകളെ പോക്കണമേ. നിൻ സ്നേഹാൽ സ്ലീബ ഞാൻ കൂപ്പി പിഴ പോക്കി. നിന്മേരുധിരങ്ങൾ ഹിതമുട് കരുണാമയനീശോ മമ നൽകുക മുക്തി. എനിക്ക് മുക്തി തരണമേ, എനിക്ക് രക്ഷ തരണമേ. ഇന്ന് അവൻ്റെ അടുക്കിലേക്ക് കടന്നു എല്ലാം അവൻ നമ്മെ ന്യായം വിധിക്കും. സുവിശേഷപ്രകാരം ഞാൻ നിങ്ങളും കേട്ട വചനപ്രകാരം അവൻ നമ്മെ ന്യായം വിധിക്കും. അന്ന് തല താഴ്ത്താൻ ഇടവരരുത്, അന്ന് ലജ്ജിതരാകാൻ ഇടവരരുത്. ഇന്ന് ഉണർന്നു നിന്നുകൊള്ളുക, എല്ലാവരോടും ഈ സത്യം അറിയിച്ചു കൊള്ളുക. അറിയിച്ചില്ല എങ്കിൽ തല താഴ്ത്തേണ്ടി വരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാകാനല്ല കർത്താവേ, അവിടുന്ന് വിധിച്ചുകൊള്ളുമല്ലോ. ഞങ്ങൾ അവർ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി തിരുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം, അവിടുത്തെ തിരുസന്നിധി ഞങ്ങൾ അടുത്തു വരുന്നതായ സമയങ്ങളെല്ലാം, ഞങ്ങൾ നിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായ അവസരങ്ങളെല്ലാം മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരിലെ തിന്മ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളിലേക്ക് തന്നെ നോക്കി കർത്താവെ മറ്റുള്ളവരെ വിധിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ പ്രതിവാദം പറയാൻ വകയില്ല എന്ന് ഞങ്ങൾ അതിൽ വായിച്ചല്ലോ. ഞങ്ങൾക്ക് ന്യായീകരണങ്ങളൊന്നും പറയാൻ വകയില്ലല്ലോ കർത്താവെ. ഞങ്ങളിതാ താഴുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കാണുമ്പോൾ അതിൻ്റെ ഒരംശമെങ്കിലും എന്നിലുണ്ടോ എന്ന്, അതിൻ്റെ ഒരു ചെറിയ കണിയെങ്കിലും എന്നിലുണ്ടോ എന്ന് നോക്കി, അല്ല
അവർ ചെയ്യുന്നതിൽ ഒരു ഊറിയ രസം എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കി എന്നെ തന്നെ തിരുത്താനും ന്യായവിധിയിൽ നിന്ന് എനിക്ക് തന്നെ രക്ഷപ്പെടാനും അവിടുന്ന് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വത്തോടും എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.